ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിൽക്കിയിലും കാപ്പിരിയും. 2 സിൽക്കിയും 1 കാപ്പിരിയും കൂടെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതിലൊരു സിൽക്കി ചത്തുപോയി. അതിനാണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അന്നേ അതിന് കുറേ നാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ തീറ്റയൊന്നും വലുതായിട്ട് എടുക്കാതെ അങ്ങ് ചത്തുപോയി. നേരത്തെ ഈ കോഴികൾ ഒത്തിരി ഐറ്റം ഉണ്ടായിരുന്നു. പോളിക്യാപ്പ്, ഇങ്ങനെയുള്ള സിൽക്കീസ്, കാപ്പിരി മാത്രമേ ഉള്ളായിരുന്നു ഇല്ലാത്ത ആ കൂട്ടത്തിൽ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പട്ടി വന്ന് പിടിച്ച് അങ്ങനെ എല്ലാം പോയി. അതിന് ശേഷം പിന്നെ കൂടൊന്നും കൊള്ളാതായപ്പം പിന്നെ ഞാൻ തന്നെ ഒരു കൂടൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനകത്തെല്ലാം സാധാ കോഴികളായിരുന്നു. അങ്ങനെ അപ്പം നല്ല ഒരു കോഴി ഇങ്ങനെ തപ്പി തപ്പി നടന്നപ്പോൾ ഒരിടത്തുനിന്ന് ഇങ്ങനെ ഒരു വഴിയിലിങ്ങനെ കോഴി ഇരിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരെണ്ണത്തിന് 200 രൂപ വെച്ച് 3 എണ്ണം 600 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അതിന് എന്തോ ഒരു ഫുഡ് എടുക്കുന്നതിനകത്ത് എന്തോ ഒരു ഒരുപാട് മരുന്നൊക്കെ കൊടുത്തു നോക്കി, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. പിന്നെ അവസാനം അതങ്ങ് ആഹാരമൊക്കെ കഴിക്കാതിരുന്നു. ഇതിനെന്തോ ഒരു വലിവ് പോലത്തെ അസുഖമായിരുന്നു. പിന്നെ അങ്ങനെ ഇതങ്ങ് ചത്തുപോയി. അങ്ങനെ ഭയങ്കര വിഷമമായിപ്പോയി. ഇനിക്ക് ഒരാണും ഒരു പെണ്ണുമായിരുന്നു വാങ്ങിച്ചത്. അപ്പം ആണാ ചത്തുപോയി. ഇനിയിപ്പോൾ പെണ്ണ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് മുട്ടയിട്ടിട്ട് വേണം കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിരിപ്പിച്ചെടുക്കാൻ. എന്നിട്ട് വേണം ചത്തുപോയതിൻ്റെ നികത്താൻ. കഷ്ടമാണ്. ഇപ്പോൾ ഇങ്ങനെ വളർത്തിയിട്ട് വരുമ്പോൾ ചത്തു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ ചത്തു പോകുന്നത്.